1-2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഡിസൈൻ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ പോയിൻ്റുകൾ റെഫർ ചെയ്യുന്ന സമയത്ത് പിൻട്രസ്റ്റിൽ എനിക്ക് എൻ്റെ കണ്ണിലുടക്കിയിട്ടുള്ള ഒരു മനോഹരമായൊരു പരസ്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. ഇതാണ് ആ പരസ്യം. അഡിഡാസിന് വേണ്ടിയിട്ട് ഏതൊരു ഡിസൈനർ, ഒരു ഫാൻ മെയ്ഡ് ആഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അഡിഡാസിൻ്റെ ഒഫീഷ്യൽ ആഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഇതിൻ്റെ ക്രിയേറ്റീവ് ക്രാഫ്റ്റിംഗ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചൊരു സംഭവം. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. മനുഷ്യർ പ്രാവിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളായിട്ട് വല്ലാണ്ട് ഇണങ്ങിയിട്ടുള്ള, നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പാറപ്പുറങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നൊരു പക്ഷി. ഈ പക്ഷിയുടെ ഈ ഒരു സവിശേഷത അഡിഡാസ് ബ്രാൻഡിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എല്ലാ നാട്ടിൻപുറങ്ങളിലും കാണുന്ന പോലെ അത്രയും ജനകീയമായൊരു ബ്രാൻഡാണ് അഡിഡാസ്. അല്ലെങ്കിൽ എല്ലാ സിറ്റികളിലും കാണുന്ന പോലെ ഒരു ജനകീയമായ ബ്രാൻഡാണ് അഡിഡാസ് എന്ന ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ആഡ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രാവിനെയും അഡിഡാസ് ബ്രാൻഡിനെയും വിഷ്വലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു മെത്തേഡ്, അതാണ് ഇതിൽ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇതിൽ ശരിക്കും ഒരു മാനിപ്പുലേഷൻ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ ഒറിജിനൽ സാധനം നോക്കുകയാണെങ്കിൽ, ഒറിജിനൽ പ്രാവിൻ്റെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു 3 ലൈൻസ് അതിൻ്റെ ചിറകുമ്പിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മളൊക്കെ കണ്ണിനെ കബളിപ്പിക്കുന്ന തരത്തിൽ വളരെ ക്രിയേറ്റീവായിട്ട് അഡിഡാസിൻ്റെ ലോഗോയോട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 ലൈൻസിനെ 3 ലൈൻസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഡിസൈനർ ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു ക്യാപ്ഷൻ ഉണ്ട്. ആ ക്യാപ്ഷനും കൂടി വായിക്കുമ്പോഴാണ് ഈ ഒരു പരസ്യത്തിൻ്റെ ഫിനിഷിങ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഡു യു നോ വൈ ദേ എക്സിസ്റ്റ് ഇൻ ഓൾ സിറ്റീസ് ഓവർ ദ വേൾഡ്? ലോകത്തിലെ എല്ലാ സിറ്റികളിലും എന്തുകൊണ്ടാണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയുമെന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രാവിനെ കാണിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിലും ഇത് കൃത്യമായിട്ട് അഡിഡാസിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഐഡിയാസുകൾക്കും കോൺസെപ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ പല വ്യത്യസ്തമായ കാഴ്ചകൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറേ കാഴ്ചകൾ കാണുക എന്നുള്ളതിലപ്പുറം നമ്മൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെ കാണുന്നു എന്നുള്ളിടത്താണ് ഇത് വർക്കാക്കുന്നത്. നമ്മൾ ഈ ഫിസിക്കൽ കണ്ണിനപ്പുറം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളൊരു കണ്ണുണ്ട്, ഒരു അകക്കണ്ണ് അല്ലെങ്കിൽ 3ാം കണ്ണ് എന്നൊക്കെ പറയുന്ന സംഭവം. ഇത് തുറന്നു പിടിച്ചിട്ട് നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി മാജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.